എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീനില്ലാത്ത മീൻകറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന കോവയ്ക്കയാണ്. അപ്പോൾ കോവയ്ക്ക നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഒരു 5-8 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ വേണ്ടത് കുടംപുളി, മീനകത്തൊക്കെ ഇടുന്ന മീൻ കറി വെക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുടംപുളി. അപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കറിക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ അരച്ചാണ് ഈ കറി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുറി തേങ്ങയുടെ പകുതി കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. കാരണം ഉപ്പിട്ട് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് തേങ്ങ അരഞ്ഞു കിട്ടും നന്നായിട്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി വേണം. അപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു 2.25 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോ മതിയാകും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചെടുക്കുക. അപ്പം ഞാനിവിടെ കാശ്മീരി ആയതുകൊണ്ട് തന്നെ 2.25 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഉപ്പും കൂടി ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അരപ്പെല്ലാം നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ കോവയ്ക്കൊക്കെ, അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പം ഞാൻ ഈ കോവയ്ക്കെല്ലാം ഇവിടെ നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീളത്തിലോ വട്ടത്തിലോ എങ്കിലും വെച്ച് അരിഞ്ഞെടുക്കാം. ഞാനിത് എളുപ്പത്തിന് വേണ്ടി ഇപ്പം നീളത്തിൽ അരിയുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏത് എണ്ണയിലും ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉലുവയാണ്. അപ്പോൾ കടുക് ഞാൻ ഈ സ്റ്റേജിൽ ഇടുന്നില്ല, കാരണം ലാസ്റ്റ് നമ്മൾ കടുക് താളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കടുക് ഇടുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ അധികം കൂടിപ്പോയെന്നാൽ കഴിക്കും. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്നിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുക, വഴറ്റുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പുളിയും പിന്നെ നമ്മളുടെ ഇതും കൂടി ഇട്ട് കൊടുക്കുക, കോവയ്ക്ക. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കോവയ്ക്കയൊക്കെ വാടി നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പം നോക്കിയാൽ കോവയ്ക്കയൊക്കെ നന്നായിട്ട് വാടി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്. അപ്പം ഞാൻ അതേ അരപ്പ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് എത്രത്തോളമാണ് ഗ്രേവി വേണ്ടത് അത്രത്തോളം വെള്ളം ചേർക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ഞാൻ അതേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ആ അരപ്പൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നോക്കിയപ്പോഴും കറിക്ക് നന്നായിട്ട് കുറുകിയായിരുന്നു. കാരണം കറി നമ്മൾ തിളച്ച് പറ്റുമ്പം നോർമലി കുറുകുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ, 1 ഗ്ലാസ്സില്ല, ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1.25 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണും കൂടി ഇട്ട് ടോട്ടൽ 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അടച്ച് വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ആകുമ്പം തന്നെ കറിയെല്ലാം കൂടെ തിളച്ച് നല്ല പറ്റി നല്ല റെഡിയാവും. ഇപ്പം നോക്കിയാൽ കറി നല്ല തിളച്ച് പറ്റി നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മീൻകറിയുടെ മണം. കുടംപുളിയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മീനൊക്കെ കിട്ടാത്ത സമയത്ത് മീൻകറി ഇല്ലെന്നോ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ഈ രീതിക്കൊന്നും ഉണ്ടാക്കിക്കോളൂ. അപ്പം മീനില്ലാത്ത നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഓക്കെ, അതിന് വേണ്ടി ഞാനൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് ഞാൻ ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് ഇട്ടു, പിന്നെ ഉള്ളി ഇട്ടു. ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ചൊരു മുളക് പൊടി കളറിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് എടുക്കാൻ മറന്നു പോയതാണ്.
ഓക്കെ, അപ്പം ഞാൻ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ മീനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും മീൻ കറി കൂട്ടി ചോറുണ്ടെന്ന പോലെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും കറിയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നെഗറ്റീവായ പോസിറ്റീവായാലും കമൻറ്റിലൂടെ വന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ബൈ, നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും